ആലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ വഴിയടച്ചുകൊണ്ടുള്ള ഭൂമാഫിയയുടെ പിടിച്ചെടുക്കലിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. LSGD പ്രിൻസിപ്പൽ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ വഴി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നത്. 7 ഏക്കറിൽ നിന്ന് ആരംഭിച്ച് 25 ഏക്കറോളം ഭൂമിയാണ് നാട്ടുകാരിൽ സമ്മർദ്ദം ചെലുത്തി റിസോർട്ട് ഉടമകൾ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കൂട്ടിയത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്ട്. ആലപ്പുഴ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 23-ാം വാർഡിലെ 52ഓളം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് റിസോർട്ട് മാഫിയയുടെ ഇടപെടലിനെ തുടർന്ന് വഴിയടക്കം ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടമായ സംഭവം ന്യൂസ് 18 ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമാണ് പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികളും കിടപ്പ് രോഗികളും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ വഴി നഷ്ടപ്പെട്ട് ഒപ്പം തന്നെ ഇഴജന്തുക്കൾ അടക്കമുള്ള വഴികളിലൂടെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവർക്ക് റോഡോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരുക്കാൻ ഇവർ റിസോർട്ടിന്റെ ഇടപെടൽ മൂലം തയ്യാറാകുന്നില്ല എന്നുള്ള പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിനകത്താണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ 25 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഭീമാകാരമായ മതിലുകൾ ഉയർന്നതോടുകൂടി ആ പ്രദേശത്തുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു. അവർക്ക് നേരത്തെ നൽകാമെന്ന് പറഞ്ഞ വഴി റിസോർട്ട് ഏറ്റവും ഒടുവിൽ അവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത ശേഷം ആ വഴി നൽകാനായി അതിനായി സ്ഥലം വിട്ടു നൽകാനായി തയ്യാറാകാത്ത അവസ്ഥയാണ്. പല കുടുംബങ്ങളും ആ വീടിനകത്ത് അല്ലെങ്കിൽ ആ 25 ഏക്കറിനകത്ത് സമ്മർദ്ദത്തിലകപ്പെട്ട് ആ ഭൂമി വിറ്റ് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ള തീരദേശവാസികളുടെ നിസ്സഹായ അവസ്ഥയാണ് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. ഇതിനകത്താണ് പ്രതീക്ഷാവഹമായ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെയുള്ള AITUCയുടെ സംസ്ഥാന അധ്യക്ഷനായ TJ ആഞ്ചലോസ് മുഖ്യമന്ത്രിക്ക് വാർത്തയ്ക്ക് പിന്നാലെ പരാതി നൽകി. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് LSGDയുടെ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അന്വേഷണത്തിന് ഉത്തരവ് നൽകിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ആണ് നൽകിയിട്ടുള്ളത്. അതിനായുള്ള നീക്കുപോക്കുകൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരം. ഇതിന് പിന്നാലെ അതായത് ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ഓഫീസിന്റെ നടപടിക്ക് പിന്നാലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും മാരാരിക്കുളം പഞ്ചായത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചു. അവരുടെ വിഷയങ്ങളടക്കം കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുവി ഒപ്പം തന്നെ മാരാരി ഇൻഫ്ര ബീച്ച് വില്ല പ്രോജക്റ്റ് ഇത്തരത്തിൽ 2 പ്രോജക്റ്റുകളുടെ ഭാഗമായാണ് ആദ്യം 7 ഏക്കർ സ്ഥലം വാങ്ങുകയും പിന്നീട് അത് 25 ഏക്കറിലേക്ക് അവർ വ്യാപിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ അങ്ങനെ 25 ഏക്കറിലേക്ക് ഇത് വ്യാപിപ്പിക്കുമ്പോൾ ആ പ്രദേശത്ത് ആ 25 ഏക്കറിലൂടെ കടന്നുപോയിരുന്ന തദ്ദേശവാസികളായ ജനങ്ങളുടെ വഴികൾ ഉണ്ടായിരുന്നു. ഈ വഴികൾ ഉൾപ്പെടെ ഈ റിസോർട്ട് പണിതുയരുന്ന പശ്ചാത്തലത്തിൽ അതിൻ്റെ അതിർഭാഗത്തായുള്ള തെക്കേ ഭാഗത്ത് വഴി നൽകാം എന്നുള്ള ഉറപ്പാണ് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 വർഷക്കാലമായി ജനങ്ങൾ അവരുടെ ഭൂമി വിട്ടു നൽകി. ഒപ്പം തന്നെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്നും അതിൻ്റെ കിഴക്കേ അതിര് അതായത് ഏറ്റവും പടിഞ്ഞാറേ അതിര് എന്ന് പറയുന്നത് കടലാണ്. അത്തരത്തിൽ ബീച്ച് ഫ്രണ്ടായ ഒരു പ്രോപ്പർട്ടിയാണ് 25 ഏക്കർ വരുന്നത്. ഒപ്പം തന്നെ കിഴക്കേ അറ്റം തീരദേശ ഹൈവേ ആണ്. റോഡ് ആക്സസ് ഏറ്റവും നല്ല ഉള്ള ഭാഗമാണ്. ഈ കിഴക്കേ അതിർഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ 1.5 മീറ്റർ സ്ഥലം വിട്ടു നൽകാനായി തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടിലേക്ക് റിസോർട്ട് ഉടമകൾ മാറിയതോടെയാണ് ജനങ്ങൾ പ്രതിസന്ധിയിലായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അവിടെ റോഡ് നിർമ്മിക്കാൻ കഴിയില്ല. പാലങ്ങളുടെ നിർമ്മാണം അവിടെ ആവശ്യമുണ്ട്. ഒപ്പം ഒരു അംഗനവാടിയുണ്ട്. ഒപ്പം കുട്ടികൾക്ക് കടന്നു പോകുന്ന അതായത് ഇപ്പോൾ റിസോർട്ടിനായി 25 ഏക്കർ ആയി അവർ വാങ്ങിയ സ്ഥലം തെളിക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ നിബിഡ വനത്തിൻ്റെ രീതിയിൽ അവിടെ മരങ്ങൾ ഒപ്പം തന്നെ കാട് പിടിച്ചു കിടക്കുന്ന മരങ്ങളും കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയുമാണ്. വിദ്യാർത്ഥികളടക്കം സ്കൂളിൽ പോയി തിരിച്ചു വരുന്നതുമൊക്കെ ഈ വഴികളിലൂടെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ മറ്റ് ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. റോഡില്ല. കിടപ്പ് രോഗികളായ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചുമന്നുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. മഴക്കാലമായാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം ദുരവസ്ഥകളാണ് ന്യൂസ് 18 ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല ഇപ്പോൾ ഒരു പൊതുവഴി എന്നുള്ളത് നൽകാൻ തയ്യാറാവാത്തതിന് പിന്നിൽ ആ പ്രദേശത്തുള്ള ആളുകളെ സമ്മർദ്ദം ചെലുത്തി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാതെ അവരെ സമ്മർദ്ദത്തിലാക്കിയ പ്രദേശം പൂർണ്ണമായി വിട്ടു നൽകുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് റിസോർട്ട് മാഫിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും എത്തി നിൽക്കുന്നു. എന്തായാലും ഇതിനകത്ത് ഊർജിതമായൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇന്നലെ ഉച്ചയ്ക്കോടെയാണ് പരാതി നൽകിയിട്ടുള്ളത്.
അതിന് വൈകിട്ടോടുകൂടി തന്നെ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള അതിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നതിന് ഉള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. TJ ആഞ്ചലോസ് അടക്കമുള്ള CPIയുടെ നേതാക്കന്മാർ ഈ വിഷയത്തിനകത്ത് സജീവമായി മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരു പ്രദേശത്ത് ജനങ്ങളെ ആകെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെയാണ് ആ നീക്കത്തെയാണ് തടയിടുന്നതിന് വേണ്ടി ന്യൂസ് 18 ഈ സംഭവങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്നത്. എന്തായാലും ആ വിഷയത്തിനകത്ത് സന്തോഷകരമായ ഇടപെടലുണ്ടാകും. തുടർ ദിവസങ്ങളിലും അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കാനായി ന്യൂസ് 18 കൂടെ ഉണ്ടാകും. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.